തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിലെ അന്വേഷണം ബാർ കൌൺസിൽ ആഭ്യന്തര അച്ചടക്ക സമിതിക്ക് വിട്ടു. സമിതി 1 മാസത്തിനകം അന്വേഷണം നടത്തി അന്തിമ തീരുമാനമെടുക്കും. ബാർ കൌൺസിലിന് മുന്നിൽ അഭിഭാഷകനായ ബെയ്ലിൻ ദാസും ശ്യാമിലിയും ഹാജരായി. ശ്യാമിലി നേരിട്ടും ബെയ്ലിൻ ഓൺലൈനുമായാണ് ഹാജരായത്. ബാർ കൌൺസിലിൽ വിശ്വാസമുണ്ടെന്ന് അഭിഭാഷക ശ്യാമിലി പറഞ്ഞു. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബെയ്ലിനെ ബാർ കൌൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ അന്വേഷണം ആഭ്യന്തര അച്ചടക്ക സമിതിക്ക് വിട്ടിരിക്കുകയാണ്. എത്ര ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം? 1 മാസത്തിനകം ഇത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് അച്ചടക്ക സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ബെയിലിനെ ഈ പരാതി വന്നതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. അതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഇന്ന് ബാർ കൌൺസിലിന് മുന്നിൽ ഇവർ രണ്ടുപേരും ഹാജരായത്. ഈ ബെയിലിന് ഓൺലൈനായാണ് ഹാജരായത്. അഡ്വക്കേറ്റ് ശ്യാമിലി നേരിട്ട് ഹാജരാകുകയും ചെയ്തു. നടന്ന സംഭവങ്ങൾ ശ്യാമിലി വ്യക്തവും കൃത്യമായി വിവരിച്ചുവെന്നാണ് മൊഴി നൽകിയതിനു ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അന്വേഷണ സമിതിയിൽ പൂർണ്ണമായി വിശ്വാസമുണ്ട്. തന്റെ ഭാഗം പൂർണ്ണമായും കേട്ടതിന് ശേഷം തനിക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ബെയിലിൻ അഭിഭാഷകത്വത്തെ തുടരുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഈ അച്ചടക്ക നടപടികളിലേക്ക് സമിതി വിശദമായി പരിശോധിക്കുക. എന്തായാലും പോലീസിന്റെ കേസുണ്ട്, അതിന്റെ നടപടികൾ പോവുകയാണ്. അതിനിടെയാണ് അഭിഭാഷക സംഘടന ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ വരികയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അച്ചടക്ക സമിതി പോകും. എന്തായാലും ഈ മൊഴിയും മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അച്ചടക്ക സമിതി തീരുമാനമെടുക്കുക. ശരി, സിജോ വി ജോണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.